പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 2 കൊറിന്ത്യർ 4 അധ്യായം 4 തിരുവചനത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ദേവൻ പിശാചാണ്. അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സിനെ അവൻ അന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ദൈവം തന്നെയായ യേശുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ചെറുത്തു നിൽക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്നും മനുഷ്യരെ അകറ്റി മനുഷ്യരുടെ ആത്മാക്കളെ പിശാചിൻ്റേതാക്കി മാറ്റുവാനാണ് അവൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവൻ്റെ കെണിയിൽ പെടാതിരിക്കാൻ നാം നിരന്തരം ജാഗരൂകരായിരിക്കണം. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി മനുഷ്യമക്കളെ നിത്യനാശത്തിൽ നിന്നും രക്ഷിക്കുവാനാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ നാം ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത കാണിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ നമുക്ക് എതിർക്കാൻ സാധിക്കും. വെളിപാട് 12:12 തിരുവചനം പറയുന്നു: ഭൂമിയെ സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും സാത്താൻ പ്രവേശിച്ച് അവൻ്റെ വർക്ക്ഷോപ്പാക്കി മാറ്റുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ. അപ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായി തീരുന്നു. നമ്മുടെ അഹങ്കാരവും വാശിയും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാര ചിന്തകളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുമെല്ലാം സാത്താൻ നമുക്ക് നൽകുന്നതാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവിൻ്റെ വാളായ ദൈവവചനത്തെ വിനയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. അത് അനുസരിച്ച് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.